അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഉമർ ഹബീബ് വാഫി ഉൾപ്പെടെയുള്ള മുക്കം മുനിസിപ്പൽ MSFൻ്റെ സാരഥികളെ, മറ്റു കൂട്ടുകാരെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചർച്ചാ വേദി ഞങ്ങൾ ഒരുക്കിയത്. പല ആളുകളും നിങ്ങളോട് ഇതിനകം സംവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭാഷാ സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ചക്കാണ് ഇന്ന് നിങ്ങൾ താല്പര്യപ്പെട്ടിട്ടുള്ളത്. ഭാഷാ സമരം 1980 ജനുവരി 25 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഓമന പേരിൽ അറിയപ്പെട്ട സർക്കാരിൻ്റെ, അഥവാ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ചില ഭാഷാ നയങ്ങളാണ് നമ്മെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഈ സമരം ഐതിഹാസികമായ ഒരു സംഭവമായി ചോരയിൽ കുതിർന്ന രംഗങ്ങളുണ്ടായി എന്നുള്ളതാണ് വസ്തുത. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമ്പോൾ, അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്തും മറ്റുള്ള സന്ദർഭങ്ങളിലും വിദ്യാഭ്യാസ രംഗത്ത് കൈവെക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ്. 67 MSFലൂടെ വളർന്നു വന്ന CH മുഹമ്മദ് കോയ സാഹിബ് സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊന്നും വകവെച്ചു കൊടുത്തില്ല. മുസ്ലിം ലീഗിൻ്റെ ധീരമായ ഇടപെടൽ കാരണം വലിയ നേട്ടങ്ങൾ തന്നെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്തു. എന്നാൽ ലീഗിനോട് ഈർഷ്യത വളർന്ന മാർക്സിസ്റ്റ് പാർട്ടി വളരെ കാലം മുമ്പ് മുതൽക്ക് തന്നെ, അഥവാ 52 മദിരാശി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചിരുന്നു. ആ കാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നു ലീഗിൻ്റെ വലിയ വിരോധികൾ. നാം ജയിച്ചു വന്ന 5 ആളുകളും കോൺഗ്രസിൻ്റെ വലിയ എതിർപ്പുകളെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജയിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മദിരാശി നിയമസഭയിലെത്തിയ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ 5 അംഗ പാർട്ടിയുടെ പിൻബലം അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പല ശ്രമങ്ങളും നടത്തിയെങ്കിലും മുസ്ലിം ലീഗ് അതിന് തുനിഞ്ഞില്ലെന്ന് മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണവും അവരുടെ ഒരു ശക്തിപ്പെടലും അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് നമ്മളെ എതിർക്കുന്നവരാണെങ്കിൽ പോലും ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ വലിയൊരു ചരിത്രത്തിന് തുടക്കമിട്ടുകൊണ്ട് നിരുപാധിക പിന്തുണ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി. രാജാജി മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നിഘണ്ടുവിൽ നിരുപാധിക പിന്തുണ എന്ന ഒരു അധ്യായം തന്നെ തുന്നിച്ചേർത്തത് മുസ്ലിം ലീഗാണ്. ആ പിന്തുണ അവിടെ എതിർപ്പുണ്ടായിട്ടും 5 കൊല്ലവും നാം തുടർന്നു പോന്നു എന്നുള്ളതായിരുന്നു വസ്തുത. പിന്നീട് കേരള സംസ്ഥാനം വന്നതോടുകൂടി കോൺഗ്രസുമായി ചേർന്ന് ജനാധിപത്യ സംഘടനയുടെ ഒരു മുന്നണി രൂപപ്പെടുത്താൻ ലീഗ് ശ്രമിച്ചതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. കോൺഗ്രസിനും മറ്റും അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജനാധിപത്യ സംഘടനകൾ ഭിന്നിച്ചു നിന്നതുകൊണ്ടാണ് 57 കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഭരണം മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ ക്ഷുഭിതരായി ആ ഗവൺമെൻറ്റിനെതിരായി തിരിഞ്ഞു. അന്ന് ഉയർന്ന ജനാധിപത്യപരമായ വലിയ പ്രക്ഷോഭത്തിൽ മുസ്ലിം ലീഗും പങ്കാളിയായി. അന്ന് ഉയർന്ന മുദ്രാവാക്യമാണ് പട്ടം ശങ്കർ ബാഫക്കി തങ്ങൾ സിന്ദാബാദ്. ലീഗും കൂടി ചേർന്നപ്പോഴാണ് ആ സമരം
അർത്ഥവത്തായ ഒരു സമരമായി മാറിയത്. സ്വാഭാവികമായും ലീഗിൻ്റെ എതിർപ്പ് കൂടി വന്ന് സമരം ശക്തിപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മളെ ചേർത്ത് പിടിക്കണമെന്ന താല്പര്യം വർദ്ധിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു. 60-ൽ മുക്കൂട്ടുമുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്ന കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ് സഖ്യമുണ്ടാക്കി ഭൂരിപക്ഷം നേടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. അന്നും മുന്നണി ഉണ്ടായി, തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായപ്പോൾ നയത്തിൽ പല വ്യതിയാനങ്ങളും പല പാർട്ടികൾക്കും ഉണ്ടായി. എന്നാൽ പലതും സഹിച്ച് മുസ്ലിം ലീഗ് മുന്നോട്ട് തന്നെ പോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭരണം തന്നെ നയം മാറി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ലീഗിന് അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 67-ൽ എത്തിയപ്പോൾ 65-ലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സന്ദർഭം ഉണ്ടായി. 67-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സപ്തകക്ഷി മുന്നണിയിൽ മുസ്ലിം ലീഗ് കൂടി പങ്കാളിയായി. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി 114 അംഗങ്ങളുടെ പിൻബലത്തിലാണ് അന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ് ലീഗ് പങ്കാളിത്തം ഉള്ളപ്പോൾ തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനോട് പൊരുത്തപ്പെടാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞില്ല. അഴിമതി യുടെ പുറപ്പാടുകൾ കണ്ടു. പല മേഖലയിലും അഴിമതി വലിയ വിവാദമായി. അഴിമതിയുമായി സഹകരിക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അഴിമതിയുമായി സന്ധി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ലീഗ് ആ സർക്കാരിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലീഗിനോട് EMSനോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ വേറെ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അഴിമതി ആരോപണം വന്നപ്പോൾ അത് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്തൊരു സാഹചര്യം വന്നപ്പോൾ അതിനോട് കൂട്ടു നിൽക്കാൻ നമുക്ക് കഴിയാതെ വന്നു. അങ്ങനെയാണ് അതിൽ നിന്ന് മറ്റുള്ള കക്ഷികളെ കൂടി ചേർത്ത് നാം പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പഴയ ഈർഷ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർദ്ധിച്ചു. പിന്നീട് വലിയ ശത്രുത മനോഭാവത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞിരുന്നത്. വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി. അച്യുത മേനോൻ്റെ നേതൃത്വത്തിൽ ഐക്യമുന്നണി രൂപപ്പെട്ടു. വലിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നു. കാലാവധി പൂർത്തിയാക്കുകയും വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കവെയാണ് 77-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യമുന്നണി അധികാരത്തിൽ വന്നത്. 77-ലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ പോലും 4 മുഖ്യമന്ത്രിമാരെ കാണേണ്ട സാഹചര്യം ഉണ്ടായി. കരുണാകരൻ, പിന്നീട് ആൻ്റണി, പിന്നീട് PKV, പിന്നീട് CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ സാഹിബ് 50 ദിവസം മാത്രമേ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഒരു 5 കൊല്ലം കൊണ്ട് നടത്താവുന്നതിനേക്കാൾ ഏറെ നേട്ടങ്ങൾ ആ ചെറു സമയം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. CHനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ 84 ആളുകളുടെ പിൻബലവും കാണിച്ച് EMS നമ്പൂതിരിപ്പാട് ഗവർണറെ സമീപിച്ചു. ഗവർണറുടെ മുമ്പിൽ 84 ആളുകൾ പിന്തുണയുള്ള സന്ദർഭത്തിൽ CH അതിനേക്കാൾ അപ്പുറം ദീർഘദൃഷ്ടിയുള്ളയാളായിരുന്നു. സർക്കാർ രാജിവെക്കുകയും നിയമസഭ പിരിച്ചുവിടുവാനും ഗവർണറോട് ആവശ്യപ്പെടുകയും EMSൻ്റെ കുതന്ത്രങ്ങളെ പൊളിച്ചു കളയുകയും ചെയ്തു. വീണ്ടും ആ എതിർപ്പ്, മുസ്ലിം ലീഗിനോടുള്ള എതിർപ്പ് കനപ്പെട്ടു. അങ്ങനെയാണ് മുന്നണിക്കകത്തുള്ള ചില സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ബംഗാളിൽ ഇടതുമുന്നണി എന്നുള്ളതായിരുന്നു പേര്, ത്രിപുരയിൽ അങ്ങനെയായിരുന്നു പേര്, കേരളത്തിൽ ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പേര് കൊടുക്കുന്നത് നമ്മുടെ സർക്കാരിനെ പിന്തുണച്ചിരുന്ന ജനാധിപത്യ സംഘടനകൾ എന്ന് പറയുന്ന ആൻ്റണിയുടെ കോൺഗ്രസിനും മാണിയുടെ കേരള കോൺഗ്രസിനെയും കൂടി കൂട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത്. അവർ നേരിയ ഭൂരിപക്ഷമേ കിട്ടിയുള്ളൂ, എങ്കിൽ പോലും അധികാരത്തിൽ വന്നു.
അധികാരത്തിൽ വന്നപ്പോൾ ലീഗിനോടുള്ള എതിർപ്പ് കൂടി പ്രകടിപ്പിക്കാനാണ് സമുദായവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക രംഗത്തെ വലിയ തകർച്ചയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള നീക്കങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയത്. ഭാഷാ പഠനത്തെയാണ് അവരതിനു വേണ്ടി വലിയ എതിർപ്പോടുകൂടി കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് വന്നത്. സ്കൂളുകളിൽ അറബി, ഉറുദു, സംസ്കൃത ഭാഷകൾ പഠിപ്പിക്കാൻ ചില പ്രത്യേക നിബന്ധനകൾ അവർ കൊണ്ടുവന്നു. കുട്ടികൾ, ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇടതുപക്ഷക്കാർ പ്രചരിപ്പിച്ച് നടക്കുന്നത് അറബി അധ്യാപകന്മാർക്ക് SSLC യോഗ്യത വേണം എന്ന് ആവശ്യപ്പെട്ടതിനെ നമ്മൾ എതിർത്തു എന്ന രീതിയിലാണ് അവരിപ്പോഴും പ്രചാരണം നടത്തുന്നത്. വസ്തുത അതായിരുന്നില്ല. എല്ലാത്തിനും ഒരേ യോഗ്യത. അറബി പഠിപ്പിക്കാനും ഉറുദു, സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാത്തിനും യോഗ്യതയുടെ കാര്യത്തിൽ ഒരേ മാനദണ്ഡമാണ് വേണ്ടത്. ഹിന്ദി 7ാം ക്ലാസ് കഴിഞ്ഞാൽ ആചാര്യ കോഴ്സ് പാസ്സായാൽ അധ്യാപകനാകാൻ അന്ന് അനുമതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അറബിക്കും ഉറുദുവിനും സംസ്കൃതത്തിനും ചില സൗകര്യങ്ങളുണ്ടായിരുന്നു. അറബിക്കും ഉറുദുവിനും സംസ്കൃതം മാത്രമല്ല ഈ ഇളവുണ്ടായിരുന്നത്. അതുപോലെ തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പഠിപ്പിക്കുന്നതിനും ഈ രീതിയിൽ ആ വിഷയങ്ങളിൽ അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ അവർക്ക് അർഹതയുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാത്തിനും ഒരേ മാനദണ്ഡം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ നയം. അതുകൊണ്ട് തന്നെ ഈ 3 ഭാഷകളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി കേൾക്കാൻ സൗന്ദര്യമുള്ള 3 കരിനിയമങ്ങൾ ഉണ്ടാക്കി. അക്കമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ. എന്തായിരുന്നു അക്കമഡേഷൻ എന്നല്ലേ? അറബിയും ഉറുദുവും സംസ്കൃതവും പഠിപ്പിക്കാൻ സ്കൂളുകളുടെ ക്ലാസ് റൂം ഗവൺമെൻറ് KER പറയുന്നതനുസരിച്ചുള്ള വീതിയും നീളവും ഉയരവും വേണം. ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, കുട്ടികൾക്ക് ഇരിക്കാൻ ഉള്ള സൗകര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിയ റൂമുകളുണ്ടാവണം. അത് കേട്ടാൽ വിചാരിക്കും ഈ ഭാഷയോട് എന്തൊരു വലിയ സ്നേഹമാണല്ലോ ഇവർക്കെന്ന് തോന്നിപ്പോകും. ഈ ഭാഷ പഠിപ്പിക്കാൻ ഇത്തരം സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ വേണം എന്ന് നിർദ്ദേശിക്കുന്നത് കേട്ടാൽ അങ്ങനെ ഒറ്റയടിക്ക് തോന്നിപ്പോകും ചില ആളുകൾക്ക്. എന്നാൽ അന്നത്തെ ഒരു കാലഘട്ടം കൊലായിലും തണലിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഈ രീതിയിലൊക്കെയായിരുന്നു അന്ന് ക്ലാസ്സുകൾ നടന്നിരുന്നത്. പലയിടത്തും അസൗകര്യങ്ങൾ കാരണം ചില ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ കളിക്കാൻ വിട്ടുകൊണ്ട് മറ്റു കുട്ടികളെ കയറ്റിയിരുത്തി പഠിപ്പിക്കുകയും പകുതി സമയം കുട്ടികൾ എന്നും പുറത്താവുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ. നിറയെ വലിയ മരങ്ങളുണ്ടായിരുന്നു സ്കൂൾ കോമ്പൗണ്ടുകളിൽ. ആ തണൽ നോക്കി ബെഞ്ചും കൊണ്ടുപോയിട്ട് തടുക്ക് പോലും ഇട്ടുകൊണ്ട് കുട്ടികൾ ഇരുന്ന് പഠിച്ചിരുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളുകളിൽ അറബിയും ഉറുദുവും സംസ്കൃതവും പഠിപ്പിക്കാൻ KER അനുസരിച്ചുള്ള എല്ലാ നിബന്ധനയും അനുസരിച്ചുള്ള ക്ലാസ് റൂമുകളും സൗകര്യങ്ങളും വേണം. എന്നാൽ കണക്കും ഇംഗ്ലീഷും ഹിന്ദിയും മറ്റു ഭാഷകളും വിഷയങ്ങളും ഒന്നും പഠിപ്പിക്കാൻ ഈ സൗകര്യം വേണ്ട. ഇതെന്തിനായിരുന്നു? അപ്പോൾ ഈ സൗകര്യങ്ങൾ ഇല്ലാത്തയിടത്ത് ഈ ഭാഷ പഠിപ്പിക്കേണ്ടതില്ല. അതായിരുന്നു അതിലെ താല്പര്യം. രണ്ടാമത് ഡിക്ലറേഷൻ. കുട്ടിയെ ചേർക്കുമ്പോൾ മാത്രമല്ല, ഓരോ വർഷവും വന്ന് രക്ഷിതാക്കൾ പ്രത്യേക ഡിക്ലറേഷൻ ഒപ്പിട്ട് കൊടുക്കണം. എൻ്റെ കുട്ടി മലയാളം പഠിക്കേണ്ടതില്ല, അറബി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഉറുദു, സംസ്കൃതം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി എന്ന് എല്ലാ കൊല്ലവും രക്ഷിതാവ് വന്ന് പ്രത്യേകമായൊരു ഡിക്ലറേഷൻ ഒപ്പിട്ട് കൊടുക്കണം. സ്വാഭാവികമായും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾക്ക് വിടുന്നത് തന്നെ മലയാളം വായിക്കാനും പഠിക്കാനുമാണ്, കണക്ക് കൂട്ടാൻ പഠിക്കാനും.
നാട്ടിൻപുറങ്ങളിലേക്ക് അങ്ങനെയായിരുന്നു. ഓനൊരു മലയാളം പഠിക്കാൻ, മലയാളം എഴുതാനും വായിക്കാനും പഠിക്കണ്ടേ, കണക്ക് കൂട്ടാൻ പഠിക്കണ്ടേ, അതിന് ഓനൊന്ന് 10ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കട്ടെ എന്നായിരുന്നു ആളുകളുടെ ധാരണ. സ്കൂൾക്ക് അയച്ചിരുന്ന അതിനാണ്. അപ്പം ഈ ചിന്താഗതിയുള്ള ആളുകൾക്ക് എൻ്റെ കുട്ടി മലയാളം പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, അറബി ഇതൊക്കെ ഇപ്പോൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നില്ലേ, മലയാളം പഠിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ, മലയാളമാണ് പഠിക്കേണ്ടത്, അറബി ഇവിടുന്ന് പഠിപ്പിക്കാലോ, അല്ലെങ്കിൽ പള്ളി ദർസ് കേൾക്കാലോ എന്ന ഒരു ചിന്ത വളരുമായിരുന്നു. അതും ഇതിനെ തകർക്കാൻ രക്ഷിതാക്കളെ സ്വമേധയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു. മൂന്നാമതായിരുന്നു ക്വാളിഫിക്കേഷൻ. ഈ ഭാഷകൾ പഠിപ്പിക്കാൻ എല്ലാവരും 10ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. ഈ ഭാഷ മാത്രം മതിയോ? കുട്ടികളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരുടെയും യോഗ്യത ഒന്നായി നിലനിർത്തണ്ടേ? അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് വലിയ തർക്കം ഉണ്ടായിരുന്നില്ല. SLC പാസ്സാവണം എന്ന് പറഞ്ഞതിൽ. എന്നാൽ പാസ്സായി ജോലി കാത്തിരിക്കുന്ന ആളുകൾക്ക്, അഫ്ദൽ ഉലമ പോലെയുള്ള കോഴ്സുകളൊക്കെ പാസ്സായി ജോലിയും കാത്തു കഴിയുന്ന ആളുകൾക്ക് ഇനി നിങ്ങൾ SLC എഴുതി വരണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. നിലവിലുള്ളവരെ നിയമനത്തിന് യോഗ്യരാക്കി നിർത്തുകയും വരും കാലങ്ങളിലേക്ക് എല്ലാ തലത്തിലും ഒരേ യോഗ്യതയാക്കി പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ താല്പര്യം. ഇങ്ങനെ ഈ വിഷയം വന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ആദ്യമായി സമരരംഗത്ത് വന്നത് MSFകാർ തന്നെയാണ്. മലപ്പുറം ജില്ലാ MSF DD ഓഫീസിന് മുമ്പ് ഒരു വാഹന ജാഥ സംഘടിപ്പിക്കേണ്ടായി. ഇതിലെതിരെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ. അന്ന് മലപ്പുറം ജില്ലാ MSFൻ്റെ പ്രസിഡൻ്റായിരുന്ന, പിന്നെ സംസ്ഥാന സെക്രട്ടറിയായി മാറിയ KM കോയാമു സാഹിബായിരുന്നു അതിൻ്റെ നായകൻ. ആ ജാഥയിൽ ഞാനും അന്ന് ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ആ ജാഥയിൽ അംഗങ്ങളായിരുന്നു. അന്ന് ജില്ലാ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഞാനും ഇബ്രാഹിം മുഹമ്മദും വൈസ് പ്രസിഡൻറ്റും ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയുമായിരുന്നു ഈ സമരകാലത്ത്. പിന്നീട് സംസ്ഥാന MSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DD ഓഫീസുകൾക്ക് മുമ്പിൽ, അത് മലപ്പുറത്തും കോഴിക്കോടും മാത്രമാണ് അന്ന് സംഘടിപ്പിച്ചത്, സമരങ്ങൾ നടത്തുകയുണ്ടായി. അതിനുശേഷം KETFൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അറബി അധ്യാപകരുടെ സമരം, അത് CH ആണ് ഉദ്ഘാടനം ചെയ്തത്. CH സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ അറബി ഭാഷ പഠന സംവിധാനങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് അധ്യാപകരോട് പറഞ്ഞു, നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങുക, നിങ്ങളിങ്ങനെ സമരിക്കേണ്ടവരല്ല, നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങുക, ഈ സമരം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ആ സമുദായം ഏറ്റെടുത്തിരിക്കുമെന്ന പ്രഖ്യാപനമാണ് യുവാക്കളെ കോൾമയിൽ കൊള്ളിച്ചത്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർക്കുകയും ഈ വിഷയം ഏറ്റെടുത്ത് സമരരംഗത്തേക്ക് വരാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് 11 ജില്ലകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പത്തനംതിട്ടയും വയനാടും കാസർഗോഡും ജില്ലകളായി മാറിയിട്ടില്ല. 11 ജില്ലകളിലും കലക്ട്രേറ്റ് പിക്കറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തു. പിക്കറ്റിംഗ് സമരം യൂത്ത് ലീഗ് ആദ്യമായി നടത്തുകയാണ് അന്ന്. അതിന് മുമ്പ് പിക്കറ്റിംഗ് സമരം നടത്തിയിട്ടില്ല. അതും പരിശുദ്ധ റമദാനിനായിരുന്നു, അതും 17-നായിരുന്നു, റമദാൻ 17-ന്. ഇത് തീരുമാനമെടുത്തതോടുകൂടി കേരളത്തിലാകെ സംഘടനാ രംഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയ ആവേശത്തോടു കൂടിയുള്ളൊരു മുന്നേറ്റമുണ്ട്. എല്ലായിടത്തും സമരം ഗംഭീരമായി തന്നെ നടന്നു. മലപ്പുറത്ത് ഒരു 10-20,000-ഓളം യുവാക്കളാണ് പങ്കെടുത്തത്. കോഴിക്കോടും 10,000-ഓളം, അതിനടുത്ത് തന്നെ കണ്ണൂരിലും ഒക്കെ ഉണ്ടായി. എല്ലാ ജില്ലകളിലും 11 ജില്ലയിലും സമരം നടന്നു. മലപ്പുറത്ത് ഈ സമര പരിപാടി രാവിലെ തന്നെ ആരംഭിച്ചു. രാവിലെ ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസ്, ഇപ്പോൾ തിരൂർ റോട്ടിലുണ്ടായിരുന്ന ഓഫീസ്, അത് പൊളിച്ച് കളഞ്ഞ് പഴയ ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് രാവിലെ തന്നെ ജാഥയായി പുറപ്പെട്ടു. 10 മണിക്ക് മുമ്പ് തന്നെ സമരം ആരംഭിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചു, ഉദ്യോഗസ്ഥരുമായി കയറി വരുന്നതിന് മുമ്പ്. അവിടെ സമരവുമായി 9-9:30 മണിയായപ്പോഴേക്ക് കാണാൻ കഴിഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ തലേന്ന് തന്നെ കുറേ ആളുകൾ അവിടെ താമസിപ്പിച്ചു ഇങ്ങനെ
പിക്കറ്റിംഗ് സമരം പൊളിക്കാൻ വേണ്ടി അവിടെ ജോലി ആരംഭിച്ചു. ജോലിക്ക് ഹാജരായി. അങ്ങനെയാണ് വളരെ സമാധാനപൂർവമായിട്ടുള്ള, ചരിത്രത്തിൽ ഇങ്ങനൊരു പിക്കറ്റിംഗ് സമരം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. പോലീസുമായി വളരെ സൗഹാർദ്ദത്തിൽ, റംസാൻ കൂടി ആയതുകൊണ്ടും ഉച്ചയോടുകൂടി അവസാനിപ്പിക്കണമെന്ന് നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ടും വരിയായി വന്നു. ഓരോ ഗ്രൂപ്പുകളായി നടയിൽ കലക്ട്രേറ്റിൻ്റെ പടിക്കൽ ഇരുന്ന് സമരം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമരം ഇങ്ങനെ സമാധാനപൂർവ്വമായി നടക്കുന്നതിൻ്റെ ഇടക്ക് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതുവഴി കടന്നു വരികയും ഈ സമരക്കാരെ കൈവീശി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോയി. ഒരു കാർമേഘം ആകാശത്ത് കുന്നുകൂടുകയും ചെറുമഴ ചാറ്റുകയും ചെയ്തു. ആ മഴ, ആ കാർമേഘം ഘനീഭവിച്ച് നിൽക്കുമ്പോൾ തന്നെയാണ് ആ ജീപ്പ് അങ്ങോട്ട് കടന്നു വന്നത്. പെരിന്തൽമണ്ണ DYSP വാസുദേവൻ നായരുടേതായിരുന്നു ആ വണ്ടി. ആ ജീപ്പിൽ അദ്ദേഹം വന്ന് ചീറി പൊളിച്ചാണ് അദ്ദേഹം കലക്ട്രേറ്റ് പടിക്കലേക്ക് വന്നത്. സമരം ജാഥക്കാർ വരുന്നതിൻ്റെ എതിർഭാഗത്ത് ദിശയിലൂടെയാണ് കടന്നു വന്നത്. അദ്ദേഹം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മാറി നിൽക്കാൻ ആരും സന്നദ്ധരായില്ല. മാന്യമായി തന്നെ പറഞ്ഞു, ഞങ്ങൾ പിക്കറ്റിംഗ് സമരത്തിലാണ്, അങ്ങേക്ക് വേണമെങ്കിൽ പോവാം, വണ്ടിയുമായി പ്രവേശിക്കാൻ പറ്റില്ല. അദ്ദേഹം അഹങ്കാരത്തോടു കൂടി കടക്കാൻ വേണ്ടി അട്ടഹസിച്ചു. പിന്നീട് പുറത്തിറങ്ങി കൈവശമുള്ള വടിയൊക്കെ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് അദ്ദേഹം മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് ഒരുമിച്ച് നിന്നു, കൂടി നിന്നു, വട്ടം ചുറ്റി നിന്നു. ആളുകൾ ഓടിക്കൂടി. അവിടെ പിന്നെ എന്ത് നടന്നു എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ആളുകളുടെ അട്ടഹാസങ്ങളാണ് പിന്നീട് കേൾക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന്. ഈ സമരം തുടങ്ങി അതുവരേക്കുള്ള സന്ദർഭം വെറും 14 പോലീസുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് അവിടെ 100-ലേറെ CRPക്കാരും മറ്റു പോലീസുകാരും എല്ലാം കൂടി നിറഞ്ഞിട്ടുണ്ട്. വെടിയൊച്ച കേൾക്കുന്നുണ്ട്. ആളുകളുടെ അട്ടഹാസം, മുറവിളി, അള്ളാനെ വിളിച്ചുകൊണ്ടുള്ള കരച്ചിൽ എല്ലാം കേൾക്കുന്നുണ്ട്. അതിനിടക്ക് ഈ പോലീസ് ജീപ്പ് പുറത്തു നിൽക്കുകയായിരുന്നു. ആളുകൾ ലാത്തി അടി ഏറ്റ് ആളുകൾ പുളഞ്ഞോടുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ, അന്നത്തെ ഒരു ചെറുപ്പത്തിൻ്റെ വികൃതി കൂടിയായിരിക്കാം, ഞാൻ ആ ജീപ്പിൻ്റെ മേലെ കയറി ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ആളുകളോട് മാറി കൈകൊണ്ട് ഇങ്ങനെ വീശി പറയുകയാണ്. അപ്പോഴാണ് പോലീസുകാർ വന്ന് എന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പോലീസിൻ്റെ അടി ഏറ്റുകൊണ്ട് ഇരിക്കുമ്പോൾ ബഹുമാനീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ മജീദ് സാഹിബാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് മുനിസിപ്പൽ ചെയർമാനാണ്. സമരം ഉദ്ഘാടനം ചെയ്ത് വാർത്ത കൊടുക്കാനും എല്ലാം വേണ്ടി മജീദ് സാഹിബ് ഓഫീസിലേക്ക് പോയതായിരുന്നു. ഈ സംഭവം നടക്കുന്നറിഞ്ഞാണ് അവർ ഓടി വരുന്നത്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൈ തന്നുകൊണ്ട്, കൈ പിടിച്ചുകൊണ്ട് എന്നെ താഴേക്ക് ഇറക്കി. അങ്ങനെ പുറത്തേക്ക് റോഡ് മാർഗമല്ലാതെ പള്ളിയുടെ പിന്നിൽ ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, ആ സമീപത്ത് കൂടി പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവിടെയുള്ള ആളുകൾ മാടി വിളിക്കുകയും എന്നെ കൂട്ടി കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്തു. കാലിൽ ഒരു മുറിവേറ്റിരുന്നു, എങ്ങനെയെന്ന് എനിക്കും അറിയില്ല. ചോര ഒലിച്ചിരുന്നു. ഈ ചോര കണ്ടിട്ടാണ് ആളുകൾ എന്നെ മാടി വിളിക്കുന്നത്. അതിനിടയ്ക്ക് ഈ ലാത്തിയടിയും കിട്ടിയിരുന്നു. അങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലാണ് താഴെക്കോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരും കുറച്ചപ്പുറത്തായി പറവണ്ണ, അദ്ദേഹം ഈ അടുത്ത് മരിക്കുകയുണ്ടായി, മുഹമ്മദ് സാഹിബും വീണ് കിടക്കുന്നുണ്ട് വെടിയേറ്റിട്ട്. അപ്പോൾ അവരെയും പിന്നീട് താങ്ങിപ്പിടിച്ച്
എല്ലാവരും കൂടി കുറേ അപ്പുറത്ത് റൂട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കി. റൂട്ടിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി മറ്റു വാഹനങ്ങളില്ലാത്തത് കൊണ്ട് ഈ ആളുകളെ നയിച്ചു കൊണ്ടുവരുന്നത് തക്ബീറും ചൊല്ലിക്കൊണ്ടാണ് ലത്തീഫ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ, അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ റൂട്ടിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴേക്ക് കുറേ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു പോലീസ് വാൻ കടന്നു വരുന്നത്. എല്ലാവരും കൂടി ഞങ്ങളെ ആ പോലീസ് വാനിലേക്ക് കയറ്റി. ആ ഡ്രൈവർ നേരെ കലക്ട്രേറ്റിന് മുമ്പിലെത്തി അവിടെയുള്ള ആളോട് വിളിച്ചു പറഞ്ഞു, കുറേ ആളുകൾ ഇതിലുണ്ട്, ചത്തുപോകും, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വരാമെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അയാളോട് നിർത്താൻ പറഞ്ഞു. അവർ വന്ന് കയറി നോക്കി വണ്ടി കലക്ട്രേറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഡ്രൈവർ പാവം, അദ്ദേഹം പറഞ്ഞു, ഇവരെ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ അപകടപ്പെടും എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് വളരെ ഗർജിച്ചുകൊണ്ട് ആ പോലീസ് മേധാവി വണ്ടി എടുക്കാൻ പറഞ്ഞു. പിന്നീട് അതിൻ്റെ അകത്ത് വെച്ച് വണ്ടി കയറ്റിയതിന് ശേഷം നന്നായി ഒന്ന് പോലീസുകാർ വന്ന് പെരുമാറി. ഞങ്ങൾ ഈ വെടിയേറ്റ രണ്ടാളുകളും പരിക്ക് പറ്റിയ ഞാനും പിന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി കയറിയ കുറച്ചാളുകളുമാണ് അപ്പോൾ വണ്ടിയിലുണ്ടായിരുന്നത്. പിന്നീട് ഓരോരുത്തരെയായി 38 ആളുകളായി ആ ബസ്സിൻ്റെ അകത്ത് അടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഇതിൽ തള്ളുകയായിരുന്നു കിട്ടിയവരൊക്കെ. അങ്ങനെ വൈകുന്നേരം വരെ 38 ആളെയും ഈ ചോര വാർന്നൊലിക്കുന്ന ആളുകളെ ഉൾപ്പെടെ ആ വണ്ടിയിൽ കിടത്തി. അവിടെ മഗ്‌രിബ് ബാങ്കിന് മുമ്പ് എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞത്. അതിനിടക്ക് പുത്തൂർ റഹ്മാൻ ഉൾപ്പെടെ ആ കേസിലെ 1-ാം പ്രതിയായിരുന്ന CMT കോയാലി സാഹിബ് ഉൾപ്പെടെയുള്ളവർ ഈ വാനിൽ കൊണ്ടുവന്നിറക്കപ്പെട്ടു. അതിനിടക്കാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു എന്ന വിവരം പോലീസുകാർ തന്നെ വന്ന് പറയുകയും ഞങ്ങളെ വീണ്ടും ഉപദ്രവിക്കുകയും ചെയ്തു. അടിയും ഇടിയും ചവിട്ടുമായി മൃത പ്രായക്കാരാക്കി ഞങ്ങളെ മാറ്റി. അങ്ങനെ അന്ന് വൈകുന്നേരം ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴവിടെ ഉണ്ടായിരുന്ന സംസാരം 5 ആളുകൾ മരിച്ചിരിക്കുന്നു എന്നായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 4 യൂത്ത് ലീഗുകാരും മരിച്ചിരിക്കുന്നു എന്നായിരുന്നു അതുവരെയുള്ള സംസാരം. പിന്നീട് പത്രങ്ങളിൽ വന്ന വാർത്തയും പിറ്റേന്ന് 4 യൂത്ത് ലീഗുകാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മരിച്ചു എന്നായിരുന്നു. പിന്നീടാണ് 3 സ്ഥിരീകരിച്ചത്. അങ്ങനെ ഒരു ക്രൂര മർദ്ദനം, വെടിവെപ്പ് മാത്രമല്ല, ഒരു വാഗൺ ട്രാജഡി സംഭവം ഒക്കെ പറയുന്ന പോലെ ഇതിൻ്റെ അകത്തിട്ട് നിർദാക്ഷിണ്യം അതിക്രൂരമായി തൂക്കിൻ്റെ ചട്ട കൊണ്ടൊക്കെ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് ഉപദ്രവിച്ചു 38 ആളെയും. ബസ്സിൻ്റെ മുൻ സീറ്റിൽ ഇരുന്നിരുന്നത് CMT കോയാലി സാഹിബായിരുന്നു. കലക്ട്രേറ്റിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചു വാങ്ങി എഴുതിയെടുത്തു. സ്വാഭാവികമായിട്ടും മുന്നിലിരിക്കുന്ന ആൾ കോയാലി സാഹിബായിരുന്നു കൊണ്ട് CMT കോയാലി സാഹിബിനെ 1-ാമതായി എഴുതി. എൻ്റെ പേര് 18-ാമതായി, പുത്തൂർ റഹ്മാൻ 19-ആയി. ഇങ്ങനെ എഴുതി വന്നു 38 ആൾ. അതുകൊണ്ടാണ് കണ്ടാലറിയാവുന്ന 6000 ആളുകളുടെ പേരിൽ കണ്ണനെ കൊന്നതിൻ്റെ പേരിൽ കേസെടുത്തു. അതിൽ 1-ാം പ്രതി CMT കോയാലിയാകുന്നത് ഈ രീതിയിലാണ്. ഞാൻ 18-ാം പ്രതിയാകുന്നതും ആ ലിസ്റ്റ് അനുസരിച്ചാണ്. പിന്നീട് അവിടെ 2 ദിവസം ആശുപത്രിയിൽ കടന്നു. അതിനുശേഷം കൊരമ്പിൽ അഹമ്മദ് ഹാജി സാഹിബ് വന്നുകൊണ്ട് വീട്ടിലേക്കല്ലാതെ ആശുപത്രിയിൽ നിന്ന് പോവുകയും വീട്ടിലേക്ക് പോകണ്ട എന്നും പറഞ്ഞു. കാരണം കള്ളക്കേസിൽ കൊലപാതകത്തിന് കേസെടുത്തിട്ടുണ്ട്, ജാമ്യം കിട്ടുന്നവരേക്ക് ഒളിവിൽ കഴിയണം എന്നാണ് പറഞ്ഞത്. ആശുപത്രിയിലായാൽ നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അത് പോകാതിരിക്കാനാണ് അങ്ങനെ കൊരമ്പിൽ അഹമ്മദ് ഹാജിയും മജീദ് സാഹിബും കൂടി വന്ന് ഞങ്ങളോട് പറഞ്ഞത്. അന്ന് ആശുപത്രിയിൽ പുത്തൂർ റഹ്മാൻ
അതേപോലെ തന്നെ ജില്ലാ MSFൻ്റെ പിന്നീട് ഭാരവാഹിയായി വന്ന തിരൂർ താലൂക്ക് പ്രസിഡൻ്റായിരുന്ന TA റഹ്മാൻ സാഹിബ്, ഈ അടുത്ത് മരിച്ചുപോയ കുറ്റിപ്പുറം മണ്ഡലം MSFൻ്റെ നേതാവായിരുന്ന ഹബീബ് കോയ തങ്ങൾ, അരിപ്ര സീതലവി തുടങ്ങിയ ആളുകൾ MSFൻ്റെ തന്നെ ജില്ലാ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും കൗൺസിലർമാരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, പരിക്ക് പറ്റിയവരായിട്ട്. 100-ലേറെ ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. അതിലേറ്റവും ക്രൂരമായി പരിക്കേറ്റത് ഹബീബ് കോയ തങ്ങൾക്കായിരുന്നു. അദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു കാലിന്. അദ്ദേഹത്തിൻ്റെ അങ്ങനെ കാല് വികൃതമാകുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറേ ആളുകൾക്ക്. ബാക്കിയുള്ളതൊക്കെ അടിയും ഇടിയുമായിരുന്നു. മുത്തുറഹ്മാൻ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ കുറച്ചു കാലത്തെ ഒളിവ് ജീവിതവും വേണ്ടി വന്നു. ജീവിതത്തിൽ ബന്ധുവീട്ടിലും മറ്റുമായി 4 ദിവസം താമസിച്ച് അതിനുശേഷമാണ് ജാമ്യം കിട്ടി എന്ന വാർത്ത അറിയുന്നത്. ഈ കണ്ണനെ കൊന്നത് യൂത്ത് ലീഗാണ് എന്നാണ് ദേശാഭിമാനി പ്രചരിപ്പിച്ചതും മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു നടന്നതും. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കടുത്ത ഹൃദയരോഗിയായിരുന്നു എന്നും ഇത്തരം ജോലികൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നും പോലും പിന്നീട് സംസാരം ഉയർന്നു വന്നു. അവിടുത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ സർക്കാരിന് തെറ്റുപറ്റി എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നമ്മൾ ഗ്രേറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അപ്പോൾ അന്ന് TK രാമകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രി പത്രക്കാരോട് പറഞ്ഞതാണ്, യൂത്ത് ലീഗിന് ഗ്രേറ്റ് മാർച്ച് നടത്താൻ തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വാഹനത്തിന് അനുമതി കൊടുത്തിട്ട് വേണ്ടേ എന്ന്. അപ്പോൾ PKK ബാബാ സാഹിബിൻ്റെ ആവേശകരമായൊരു പ്രസ്താവനയുണ്ട്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്താൻ രാമകൃഷ്ണൻ്റെ പെർമിഷൻ ആവശ്യമില്ല. ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ചോറുവതി വാങ്ങി ബാപ്പാക്ക് സലാം കൊടുത്ത് നടന്നു വന്ന് ഞങ്ങൾ ഗ്രേറ്റ് മാർച്ച് സംഘടിപ്പിക്കും. പ്രവർത്തകന്മാർ എല്ലാവരും കൂടി ആവേശോജ്വലമായൊരു മുന്നേറ്റത്തിന് കാരണമാക്കി. എല്ലായിടത്തും നാടിളകി സമരത്തിന് വേണ്ടി. ഗത്യന്തരമില്ല എന്ന് കണ്ടപ്പോൾ സർക്കാർ സംസാരത്തിന് തയ്യാറായി. ബേബി ജോണിനെ ചുമതല ഏൽപ്പിച്ചു. സർക്കാരിന് വേണ്ടി ബേബി ജോണിൻ്റെ സമരം ഒരു ദിവസമല്ല, മാരത്തോൺ ചർച്ച നടന്നു. ആ ദിവസം പൂർത്തിയായില്ല, പിറ്റേന്ന് വെച്ചു. പിറ്റേന്നും പൂർത്തിയായില്ല, അതിനടുത്ത ദിവസത്തേക്ക് വെച്ചു. 3-ാം ദിവസം തമാശക്ക് പറയാറുണ്ട്, ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുക എന്ന്. അക്ഷരാർത്ഥത്തിൽ ബേബി ജോൺ നമ്മളെ നേതാക്കന്മാരോട് സംസാരത്തിന് പോയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന ജനാബ് UA ബിരാൻ സാഹിബ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KPA മജീദ് സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ നേതാവും KTFൻ്റെ അന്ന് ട്രഷററുമായി പ്രവർത്തിച്ചിരുന്ന കൊളത്തൂട്ടി മുഹമ്മദ് മൗലവി എന്നിവരായിരുന്നു. മൂവരും അവസാനം ബേബി ജോൺ പറഞ്ഞു മൂവരോടും, നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ്സ് എഴുതി തന്നോളൂ, അത് അംഗീകരിച്ച് തരാം. കൊളത്തൂർ മൗലവി വളരെ ഭംഗിയായി കാര്യങ്ങൾ നോട്ട് ചെയ്തു, എഴുതി സമർപ്പിച്ചു. അത് ഗവൺമെൻറ് അംഗീകരിച്ചു. സമരരംഗത്ത് നമ്മൾ പിന്മാറി. ഐതിഹാസികമായ ഒരു യുവജന സമരം. ഇതുപോലെ അർത്ഥവത്തായ ഒരു സമരം യുവജന കേരളം വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നാം ആവശ്യപ്പെട്ട മുഴുവനും കാര്യങ്ങളും അംഗീകരിച്ച് കിട്ടുക എന്നുള്ളതും ഒരു സമരത്തിലെ അത്യപൂർവമായിട്ടുള്ള സംഗതിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സമാനമായൊരു സംഭവം കാണാനിടയായത് ഡൽഹിയിൽ 2022 അരങ്ങേറിയ കർഷക സമരമാണ്. 14.5 മാസക്കാലത്തെ സമരം അവസാനം സർക്കാർ മുട്ടുകുത്തുകയും 3 കരിനിയമങ്ങൾ, ഇതിന് സമാനമായ 3 കരിനിയമങ്ങൾ അവിടെയും ഉണ്ടാക്കി കേന്ദ്ര ഗവൺമെൻറ്. ആ 3 കരിനിയമങ്ങളും നിരുപാധികം പിൻവലിക്കുന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കി.
പിൻവലിച്ചുകൊണ്ടുള്ള ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചയ്ക്ക് പോലും അവസരം കൊടുക്കാതെ അവതരിപ്പിച്ചു, പാസാക്കി. അതിന് സമാനമാണ് ഈ ഭാഷാ സമരവും. മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചു കിട്ടി. 3 രക്തസാക്ഷികൾ, 3 ചെറുപ്പക്കാർ, വളരെ ഇളം പ്രായത്തിൽ മലപ്പുറത്തിൻ്റെ കുന്നിൻ മുകളിൽ അവിടുത്തെ കരിങ്കിൽ ചീളുകളിൽ വീണു. നെഞ്ചകത്ത് വെടിയേറ്റ് ആ പറവകൾ വീണ് പിടഞ്ഞു മരിച്ച സാഹചര്യം ഉണ്ടായി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഭാഷയ്ക്ക് വേണ്ടി യുവാക്കൾ ഇങ്ങനെ സമരിക്കേണ്ടി വന്നതും സമരത്തിലൂടെ സർക്കാരിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞതുമായിട്ടുള്ള സംഭവം ഒരു ഭാഷാ സമരത്തിന് വേണ്ടി വേറെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അത്യപൂർവമായിട്ടൊരു സംഭവമായിരുന്നു. ആ സംഭവം കുട്ടികൾ പഠിക്കണം. ഭാവി തലമുറയെ ഇത് പഠിപ്പിക്കണം. നമ്മുടെ വളർച്ചയും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലും ഇതുപോലെ അനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ കടന്നു വന്നത്. ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതാവഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ നേട്ടങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കാൻ കഴിയും എന്ന് ചെറുപ്പക്കാർ വ്യാമോഹിക്കരുത്. ചിലപ്പോൾ കടുത്ത പ്രയത്നങ്ങൾ വേണ്ടിവരും. സമരരംഗത്തേക്ക് കടന്നു വരേണ്ടി വരും. അവിടങ്ങളിലൊക്കെ ക്ഷമ അവലംബിച്ച് അച്ചടക്കത്തോടുകൂടി അണികളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതാവിന് കഴിയണം. പ്രാദേശിക തലത്തിലാണെങ്കിലും ഉയർന്ന തലങ്ങളിലാണെങ്കിലും അതിനുള്ള കരുത്ത് ചെറുപ്പക്കാർ നേടണം. നിങ്ങളിലാണ് മുതിർന്നവരുടെ പ്രതീക്ഷ. അനിയന്മാരെ, നിങ്ങൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.